ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പോലെ നമ്മുടെ ശങ്കരാചാര്യർ താമസിച്ചിരുന്ന സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൂകാംബിക ദേവിയെ കാണാൻ എത്തിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, നമ്മൾ സൗപർണിക നദിയിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. നമ്മുടെ സർവജ്ഞപീഠത്തിന്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4406 അടി ഉയരത്തിലാണ് ഈ ഒരു സർവജ്ഞപീഠം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുന്ന കണക്ക് പോകാൻ പറ്റില്ല. ഈ വണ്ടി പോകുന്ന കാണുമ്പോൾ അറിയാം, നല്ല ഓഫ് റോഡ് ട്രക്കിംഗ് കഴിഞ്ഞാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കേട്ടോ. രാവിലെ 7 മണി മുതൽ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ജീപ്പ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ജീപ്പ് സവാരിക്കുള്ള ചാർജ് വരുന്നത് ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ. 400 രൂപയും പിന്നെ ചെക്ക് പോസ്റ്റിൽ 20 രൂപയും നമ്മൾ അടയ്ക്കണം. മൂകാംബിക ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ഏകദേശം ഒരു 37 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുടജാദ്രിയിലേക്കുള്ള ദൂരം. അതായത് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് യാത്രയുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്താൻ. ഈ കാണുന്ന സർവജ്ഞപീഠത്തിന്റെ അടുത്ത് വരെ വണ്ടി വരില്ല. നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ താഴെ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അവിടെ നമ്മൾ നടന്നാണ് മുകളിലേക്ക് കയറി വരേണ്ടത് കേട്ടോ. വലിയ 2-3 മലകളൊക്കെ കയറി വേണം ഇതിന്റെ മുകളിലേക്ക് എത്താനായിട്ട്. വലിയ 2-3 മലകളൊന്നും പറഞ്ഞ ആരും പേടിക്കണ്ട. എന്തായാലും നല്ല പ്രായമുള്ള ആൾക്കാരും കൊച്ചു കുട്ടികളും ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് നടന്ന് ഇതിന്റെ മുകളിൽ എത്തുന്നുണ്ട് കേട്ടോ. മൂകാംബികയിലേക്ക് വരുമ്പോൾ മൂകാംബിക ക്ഷേത്രം മാത്രം കണ്ടു തൊഴുത് തിരിച്ചു പോകാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ സൗപർണിക നദി പോയി കുളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ പറഞ്ഞ നമ്മുടെ സർവജ്ഞപീഠത്തിന്റെ കാഴ്ചകളെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് കേട്ടോ. അതാണ് അതിന്റെ ഒരു രീതി. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്റെ യാത്ര തുടങ്ങുന്നത് നേരെ മൂകാംബികയിൽ എത്തി. മൂകാംബികയിൽ നിന്ന് കുടജാദ്രി ട്രക്കിംഗ് കഴിഞ്ഞു. അവിടുന്ന് നേരെ പോകുന്നത് മുരുടേശ്വരിലേക്കാണ്. മുരുടേശ്വരി കണ്ടതിന് ശേഷം നേരെ ഉടുപ്പിയിലേക്കാണ് പോയത്. ഉടുപ്പി ടെമ്പിൾ സിറ്റിയെ കണ്ടു. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ എത്തിക്കാനും മറക്കണ്ട. താങ്ക്